ത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാല് തന്നു ഓടി നടന്നൊരു പെണ്ണെ, കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമോടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ളൊരു കൈതോലക്കൂട്ട. പ്രിയമുള്ളവരെ, ഇത് ഞങ്ങളെ മംഗൽപാടിയാണ്. നിങ്ങൾ ആരും കാണാത്ത ഞങ്ങളെ മംഗൽപാടിയാണ്. മംഗൽപാടിയിലെ മനോഹരമായ കൃഷിപ്പാടങ്ങളാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞങ്ങളെ മംഗൽപാടിയിലും കൃഷിയുണ്ട് എന്നുള്ളത് ഞാൻ ഇതിലൂടെ കാണിക്കാൻ പോകുകയാണ്. ഒരു വർഷത്തിൽ ഒരു പ്രൊജക്റ്റ് എടുക്കുക, എടുത്തിട്ട് ഒരു നാടിനെ മനോഹരമാക്കിയിട്ട് കൊടുക്കുന്നില്ല നല്ലത്. ഇത് ശരിക്കും നല്ല മനോഹരമാക്കി ടൂറിസത്തിന് ആകർഷിക്കാം. ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാല് തന്നു ഓടി നടന്നൊരു പെണ്ണെ, കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച്. ഇത്ര കഷ്ടപ്പെട്ട് കർഷകർ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് നമ്മൾ ഒരു രീതിയിൽ ബഹുമാനിക്കാതെ വേസ്റ്റ് ചെയ്ത്. കോടിവേലിലെ കൃഷിപ്പാടങ്ങളിലാണ് ഞാനുള്ളത്. സീതാറാം ഭണ്ഡാരിയുടെ കഠിനാധ്വാനത്തിൻ്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. പ്രിയപ്പെട്ട കൃഷി ഓഫീസറുണ്ട്, അസിസ്റ്റൻ്റ് ഓഫീസറുണ്ട്, വാർഡ് മെമ്പറുണ്ട്. ഇവിടെ മണ്ണിനെ സ്നേഹിക്കുന്ന, കൃഷിയെ സ്നേഹിക്കുന്ന കർഷകരുണ്ട്. ഇവിടെ രണ്ടാം കൃഷിയുടെ ഭാഗമായി നാറ് നടൽ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ മനോഹരമായ പാടം, ആ പാടത്താണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഇവരുടെ കർഷകരുടെയും കൃഷി ഓഫീസറുടെയും ക്ഷണം സ്വീകരിച്ചിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ പാടം കാണുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ഇവരോട് പറഞ്ഞു, ഇത്ര വലിയ പാടം എൻ്റെ നാട്ടിലുണ്ടായിരുന്നോ എന്ന്. കാരണം ഇതിലെ ഭൂരിഭാഗവും കൃഷിപ്പാടങ്ങൾ കൃഷി ചെയ്യാതെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെ നമുക്ക് കൃഷി ഭൂമിയുള്ള ആളുകളെ ഒരു യോഗം വിളിച്ച് അവരോട് ചോദിക്കാം, നിങ്ങൾ തയ്യാറാണോ എന്ന്. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ തയ്യാറാണ്, നമ്മളും സഹായിക്കണം. 1 ഇഞ്ച് ഭൂമി പോലും കൃഷി ചെയ്യാതെ വെറുതെ വിടാൻ പാടില്ല. ഇപ്പോൾ കൃഷി ചെയ്യാതെ കാലകാലമായി തരംതിട്ട കൃഷിഭൂമികൾ ഇപ്പോൾ പുതിയ പദ്ധതിയാണ്. ആ കൃഷി വീണ്ടും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ആ കൃഷിയുടെ ഭൂമി ഉടമ തന്നെ കൃഷി ചെയ്യണമെന്നില്ല, മറ്റൊരാൾക്ക് കൈമാറുന്നുണ്ടെങ്കിൽ ആ ഭൂമി ഉടമയ്ക്ക് 5000 രൂപയും കൃഷി ചെയ്യുന്ന പുതിയ കർഷകന് 35,000 രൂപയും കൊടുക്കുന്ന പുതിയ സ്കീമുണ്ട്. അപ്പോൾ മുഴുവൻ ആളുകളെയും കൃഷി മേഖലയിലേക്ക് വീണ്ടും ക്ഷണിക്കുകയാണ്. നമുക്ക് കൃഷി ചെയ്യാം, വിഷമില്ലാത്ത ഭക്ഷണങ്ങൾ നമ്മൾ മക്കൾക്കും വീട്ടുകാർക്കും നൽകാം, നാട്ടിലേക്ക് സമ്മാനിക്കാം. വരും നാളുകളിൽ ഇതിനു വേണ്ടിയുള്ളൊരു ശ്രമം ഞാൻ നടത്തും. പ്രിയപ്പെട്ട കൃഷി ഓഫീസർ ചെറുപ്പക്കാരനാണ്, കൃഷിയെ സ്നേഹിക്കുന്ന ആളാണ്. എൻ്റെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അദ്ദേഹം എന്നെ കൂടെ ചേർത്ത് നിൽക്കുന്ന ഒരു കൃഷി ഓഫീസറാണ്. പ്രതീക്ഷയുണ്ട്, നമ്മുടെ കൃഷി ചെയ്യാത്ത പഴയ കാലങ്ങളിൽ കൃഷി ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ വീണ്ടും സജീവമാക്കി കൊണ്ടുവരാമെന്നുള്ള ഒരാഗ്രഹമുണ്ട്. എന്നാൽ ഇവർക്ക് പ്രശ്നങ്ങളുമുണ്ട്. വെള്ളങ്ങൾ കൃഷിയിടങ്ങളിലേക്ക് കയറുന്നു, തോടുകൾ ക്ലിയർ അല്ല. നമ്മൾ ടൗണുകളിൽ ജീവിക്കുന്ന ആളുകൾ വലിച്ചെറിയുന്ന ഈ വേസ്റ്റുകളൊക്കെ തോടിലൂടെ വരുന്നത് ഇവർ കൃഷി ചെയ്യുന്ന ആളുകളിലേക്കാണ്. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ മുട്ടോളമാണ് ഈ മണ്ണ് നിൽക്കുന്നത്. ഇതിലേക്ക് ആ വേസ്റ്റ് വെള്ളം വന്ന് നിൽക്കുമ്പോൾ കുപ്പിച്ചില്ലുകളും മറ്റു മാലിന്യമായ ജലങ്ങളും വരുമ്പോൾ സ്വാഭാവികമായി രോഗത്തിനടിമയായി പോകുന്നതാണ് കൃഷിക്കാർ. അപ്പോൾ അതൊക്കെ നമുക്ക് ജാഗ്രത പുലർത്തേണ്ടിയിരുന്നുണ്ട്. വരുന്ന ആളുകളിൽ ഇതിനൊക്കെ ശക്തമായ ബോധവൽക്കരണം കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതും ചെയ്യേണ്ടത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു, ഈ കൃഷിഭൂമി തന്നെ കാണുന്നത് ആദ്യമാണ്. പക്ഷേ എൻ്റെ കുടുംബക്കാരൊക്കെ ഇവിടെ വരാറുണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പണ്ടത്തെ എൻ്റെ കൃഷിയും രാഷ്ട്രീയമായിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നാറ് നടുന്നത്. എന്നാലും ജീവിതത്തിൽ ആദ്യമായി ഈ പുതിയ തലമുറയിൽ ഒരു കൃഷി നാറ് നടാനുള്ള ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. വലിയൊരു പ്രത്യേകത, കൃഷിക്ക് പണിയെടുക്കാൻ തൊഴിലാളികൾ കൽക്കത്ത നിന്ന് വന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ കൃഷിക്ക് പണിയെടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഔപചാരികമായ അതിൻ്റെ ചടങ്ങ് നിർവഹിക്കുകയാണ്. ഇനിയും ഒരുപാട് കാലം ഇവർക്ക് കൃഷി ചെയ്യാനും വിഷമില്ലാത്ത ഭക്ഷണം നമുക്ക് നൽകാൻ സാധിക്കട്ടെ എന്ന് പഠിച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ചടങ്ങിലേക്ക് തുടങ്ങുന്നത്.
കണ്ടത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാല് തന്നു ഓടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമോടിയൊക്കെ വിരിച്ച് എത്ര വർഷമായി നിങ്ങൾ കൃഷി ചെയ്യുന്നത്? പാവാടയിട്ട് ആ തൊട്ടൊരുത്തുള്ളൊരു കൈതോലക്കൂട്ടത്തിനോരത്തു നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കൃഷി അല്ലേ? ഇതിൽ നെസ്റ്റൊക്കെ വരാറില്ലേ? നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കയ്യിലൂടെ. ഇത് 3 മാസം കഴിഞ്ഞിട്ടാണ് വിളവെടുപ്പ്. തീർച്ചയായും വിളിക്കണം, വരും. കുറച്ച് ഉമ്മാക്ക് അരി തരണം. പണ്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമോടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട്